ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് ഓഡീഷൻ കോൾ പോയത് ഏകദേശം 500-ലധികം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനാണ്. ബിഗ് ബോസ് നേരിട്ട് കോൾ ചെയ്യുന്ന ഏകദേശം 500-ലധികം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് സീസൺ 6-ൽ പങ്കെടുക്കാനായിട്ട് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നും, ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, സീരിയൽസിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട്. അതുപോലെ സിംഗേഴ്സ്, റാപ്പ് സോങ്ങർമാർ, ഇത്തരത്തിലുള്ള, പിന്നെ നമ്മുടെ ബോഡി ബിൽഡേഴ്സ്, അത്തരത്തിലുള്ള എല്ലാവർക്കും ഉൾപ്പെടെ 500-ലധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾക്കാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡീഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിഗ് ബോസ് അവരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 40 പേരടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റാണ് ബിഗ് ബോസ് സീസൺ 6-ൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് പോകാം. ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉള്ളതെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മുടെ രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6-ൽ എന്തായാലും ഉണ്ടാകുമെന്നുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടാവില്ല. അവരുടെ പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒരു 13 പേരുടെ പേരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 40 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ 13 പേരുടെ പേര് ഏകദേശം ഉറപ്പാണെന്നുള്ള ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ പറയാം. ഒന്ന് നമ്മുടെ ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാടാണ്. ഏകദേശം ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. പിന്നീട് നമ്മുടെ കെ ടൗൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യാദിൽ എം ഇക്ബാലാണ്. മൂന്നാമത് ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫറാണ്. നാലാമത് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ്. അഞ്ചാമത് സീരിയൽ താരമായിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ തന്നെ സീരിയൽ താരമായിട്ടുള്ള അൻഷിത അഞ്ചിയാണ്. അൻഷിത അഞ്ചിയും ഏകദേശം ഉറപ്പാണെന്നുള്ള കാര്യം കേൾക്കുന്നുണ്ട്. ആറാമത് തൊപ്പിയും തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനയുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഒന്നിച്ചാണ് ഇവർ മറ്റേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. വരുന്നതും ഒന്നിച്ചായിരിക്കും. ദെൻ അടുത്തത് ശ്രീലക്ഷ്മി അറക്കലാണ്. നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലാണ് ഏഴാമതായിട്ട് പറയാനുള്ളത്. എട്ടാമതായിട്ട് നമ്മുടെ അഖിൽ ആനന്ദ്, സീരിയൽ താരമായിട്ടുള്ള അഖിൽ ആനന്ദാണ് എട്ടാമത്. ഒമ്പതാമതും നമ്മുടെ സീരിയൽ താരമായിട്ടുള്ള ശരണ്യ ആനന്ദാണ്. ഒരു ഡാൻസർ കൂടിയാണ് പുള്ളിക്കാരത്തി. ദെൻ 10ാമത് നമ്മുടെ മല്ലു റാപ്പർ ആയിട്ടുള്ള ഫെജോ ആണ്. ഫെജോ ഏകദേശം കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നുണ്ട്. ദെൻ 11ാമത് അമേയ പ്രസാദ് ആണ്. നമുക്കറിയാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ട്രിവാൻഡ്രം പ്രസിഡന്റ് ആണ് നമ്മുടെ അമേയ പ്രസാദ് എന്ന് പറയുന്നത്. ഏകദേശം കൺഫേംഡ് ആണ്. 12ാമത് ബീന ആന്റണിയാണ്. സീരിയൽ താരമായിട്ടുള്ള സീനിയർ ആക്ട്രസ് ആണ് നമ്മുടെ ബീന ആന്റണി. ദെൻ 13ാമത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അനീഷ നായറാണ്. അനീഷ നായരും ഏകദേശം കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നു. മോഡലാണ്. അതിലുപരി ഒരു റൈഡറുകളാണ്. ബിഗ് ബോസ് സീസൺ 16 ഹിന്ദിയുടെയൊക്കെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇത്രയും പേരുടെ പേരുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും ഇതിലധികം ആളുകളുണ്ട്. ഏകദേശം 40 പേരടങ്ങുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ 13 കണ്ടസ്റ്റൻസിൻ്റെ പേരാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇവരിൽ നിന്ന് എന്തായാലും ബിഗ് ബോസിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. 20 പേരായിരിക്കും ബിഗ് ബോസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ഇപ്പോൾ കോമണേഴ്സ് ഉൾപ്പെടെ 20 പേര്, പിന്നീട് ഒരു 4-5 പേര് വൈൽഡ് കാർഡ് എൻട്രികളായിട്ടും കയറുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്. ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു അടിപൊളി കണ്ടന്റുകൾ കൊണ്ട് പെരുമഴയാകുന്ന ഒരു സീസൺ എന്തായാലും നമുക്ക് ഈ തവണ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ളൊരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലും നമുക്ക് ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകളും ചിലപ്പോൾ ഈ ലിസ്റ്റിൽ ഉണ്ടാവാം. നമുക്ക് 13 പേരുടെ ലിസ്റ്റാണ് കൺഫർമേഷൻ എന്ന് പറഞ്ഞ് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചധികം പേരെയും കൂടി ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നത് നമ്മുടെ ജിത്തു വേണുഗോപാൽ, ശ്രീറാം, അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇനിയും ഉണ്ട്. നമ്മുടെ ഷസാം, അത്തരത്തിലുള്ള ആളുകളുടെ പേരും കേൾക്കുന്നുണ്ട്. അച്ചു സുഗന്ധ് ഏകദേശം കൺഫേംഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സാന്ത്വനം സീരിയലിൽ അച്ചു സുഗന്ധ്, സാന്ത്വനം സീരിയലിലെ തന്നെ അപ്സര എന്ന് പറയുന്നതൊക്കെ. പക്ഷേ അവരുടെ ലിസ്റ്റൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ഒരു 13 പേര് ആ ഒരു ഷോർട്ട് ലിസ്റ്റിലുള്ളതായിട്ടാണ് നമുക്ക് അപ്ഡേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇനി ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റുകൾ ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ലാലേട്ടൻ്റെ പ്രൊമോ, കോമണേഴ്സ് സെലക്ഷൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്